ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സത്യസഭ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലണം എന്നതിനെക്കുറിച്ചുള്ള വലിയ ദൗത്യത്തെ കുറിച്ച് നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെപ്രകാരം ഇറങ്ങിച്ചെല്ലണം എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. മരിക്കുന്ന ലോകത്തിൽ, നശിക്കുവാൻ പോകുന്ന ഈ പാപപങ്കിലമാകുന്ന ലോകത്തിൽ നിന്നും, പാപത്തിൽ നിന്നും വിട്ട് ജീവിക്കുവാൻ ആഗ്രഹിച്ചിട്ടും എപ്രകാരം ജീവിക്കണമെന്നറിയാതെ അനേക വ്യക്തികളുണ്ട്. പാപം എന്തെന്നോലും അറിയാത്ത അനേക വ്യക്തികളുണ്ട്. അവരുടെ ഇടയിൽ ദൈവത്തിൻ്റെ വചനം എത്തിച്ച് ക്രിസ്തുവിലേക്ക് അവരെ ആദായപ്പെടുത്തുവാനാണ് ദൈവം നമ്മളെ ദൗത്യത്തോടുകൂടെ ആക്കിയിരിക്കുന്നത്. ആ വേല നാം കൃത്യതയോടുകൂടെ ചെയ്യുവാൻ നമ്മൾ എപ്രകാരം ഒരുങ്ങണം എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ നാം പഠിച്ചു വരികയാണ്. പലപ്പോഴും നമുക്ക് പല സംശയം വരും. ദൈവത്തിൻ്റെ വചനം എവിടെയാണ് എത്തിക്കേണ്ടത്? അല്ലെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ദൈവത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവർ ദൈവത്തെക്കുറിച്ച് അറിഞ്ഞെങ്കിലും അവർ ശാപമുള്ള വ്യക്തികളാണ്. അവർ ദൈവത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്, ദൈവവചനത്തിനെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അവിടെ നാം പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ചില കൂട്ടം ചിന്തിക്കുന്നത് നാം രക്ഷിക്കപ്പെട്ടവരാണ്, നമുക്കൊരു കൂട്ടമുണ്ട്, ആ കൂട്ടം മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒരു സഭ, അത് കുടുംബമായിക്കോട്ടെ, നമ്മുടെ സ്വന്തം രക്ഷ, നമ്മുടെ സഭയിലെ രക്ഷ, നമ്മുടെ കുടുംബത്തിലെ രക്ഷ, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള രക്ഷ മാത്രം നോക്കിയാൽ മതി. അപ്പോൾ ശാപത്തിലായിരിക്കുന്ന വ്യക്തികളിൽ നാം എത്തേണ്ട ആവശ്യം ഉണ്ടോ? നമ്മളത് അറിയേണ്ട ആവശ്യമുണ്ട്. നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കാം. അവൻ, അതായത് കർത്താവായ യേശുക്രിസ്തു, യെരിഹോവിൽ എത്തി കടന്ന് പോകുമ്പോൾ, കർത്താവായ യേശുക്രിസ്തു യെരിഹോവിലേക്ക് എത്തി കടന്നു പോകുകയാണ്. യെരിഹോവിൽ അവിടെ എത്തി, യെരിഹോവിലൂടെ കടന്ന്, അവിടെ താമസിക്കുവാനല്ല പോകുന്നത്, അവിടെ എത്തി കടന്ന് പോകുകയാണ്. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, ദൈവത്തിൻ്റെ വചനം എല്ലായിടത്തും എത്തിക്കുവാൻ കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ സംശയിച്ച് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അത് വെറുമൊരു സംശയമാണെന്നും അത് വെറും വിശ്വാസമില്ലായ്മയാണെന്നും മനസ്സിലാക്കുവാനും വിശ്വാസത്തോടുകൂടി എല്ലാ ഭവനങ്ങളിലും ചെന്ന് ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാനുള്ള ധൈര്യവും പരിശുദ്ധാത്മാവും ഇന്ന് അടിയങ്ങൾക്ക് പ്രബോധനത്താൽ നേടിയെടുക്കുവാനുള്ള വഴി കാണിച്ചു തരണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിൽ എത്തി കടന്ന് പോകുകയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരിക്കുമ്പോൾ യേശുക്രിസ്തു ഒരു സ്ഥലത്ത് എപ്പോഴും താമസിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു. ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങൾ, പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി അവിടെ ചെന്ന് ദൈവവേലയിൽ ഏർപ്പെടുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കും. യേശുക്രിസ്തു എവിടെയെല്ലാം പോയോ അവിടെയെല്ലാം രോഗസൗഖ്യം നൽകി, ഭൂതങ്ങളെ പുറത്താക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അവരുടെ വ്യാധികളെല്ലാം മാറ്റി, കുഷ്ഠരോഗം മാറ്റി, ശാപം അവരിൽ നിന്നും മാറ്റിക്കൊടുത്തു, ദൈവത്തിൻ്റെ വെളിച്ചം അവർക്ക് കാണിച്ചു കൊടുത്തു. അതേ അധികാരം നിനക്കും നൽകിയിരിക്കുന്നു പരിശുദ്ധാത്മ നിറവോടുകൂടി എന്ന് കർത്താവായ യേശുക്രിസ്തു ഇന്ന് നമ്മോട് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ യേശുക്രിസ്തു ഓരോ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ വേലയുമായി പോയപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് നിറവേറ്റി കൊടുത്തതുപോലെ കയ്യിൽ ഒരു പൈസയുമില്ല, ഉള്ളത് ദൈവപുത്രൻ എന്ന അധികാരവും. മനുഷ്യ അവതാരം എടുത്ത് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മ നിറവോടുകൂടി ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവപുത്രൻ എന്ന ഒരു അധികാരവുമാണ് ഉണ്ടായിരുന്നത്. ആ ഒരു അധികാരം അനേക ജനങ്ങളെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആ അധികാരം ദൈവം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് എപ്രകാരം ലഭിക്കണമെന്ന് കഴിഞ്ഞ പ്രസംഗങ്ങളിലൂടെ ഞാൻ നിങ്ങളടുത്ത്, അല്ലെങ്കിൽ ദൈവം നമ്മളടുത്ത് ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. വീണ്ടും അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസംഗത്തിൻ്റെ അന്തസ്സത്തിന്
അന്തസ്സത്ത് മനസ്സിലാക്കുവാനുള്ള സമയം നമുക്ക് ലഭിക്കത്തില്ല. ഇവിടെ നാം എവിടെയെല്ലാം ഇറങ്ങിച്ചെല്ലണം ദൈവത്തിൻ്റെ വചനവുമായി അധികാരം ലഭിച്ചിട്ട് എവിടെയെല്ലാം ഇറങ്ങിച്ചെല്ലണം എന്നതിനെക്കുറിച്ചാണ് ഇവിടെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു യെരിഹോവിലെത്തി കടന്ന് പോകുകയാണ്. ഇവിടെ യെരിഹോവിൽ കടന്നു പോകുക, യെരിഹോവിൽ പോകുക എന്ന് പറഞ്ഞത് അന്നത്തെ കാലഘട്ടങ്ങളിൽ യഹൂദന്മാർക്ക് അറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ശമരിയയിൽ പോകുന്നതും യെരിഹോയിൽ പോകുന്നതുമെല്ലാം അവിടെ യഹൂദന്മാർക്ക് അറപ്പായിട്ടുള്ള കാര്യമാണ്. അവിടെ ചുങ്കക്കാരുണ്ട്, അവിടെ അറപ്പായിട്ടുള്ള ശാപമായിട്ടുള്ള ഭൂമിയാണ്. അവിടെ യഹൂദന്മാർ പോകുവാൻ ആഗ്രഹിക്കില്ല. അവിടെ കർത്താവായ യേശു ക്രിസ്തു എത്തിക്കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് യഹൂദന്മാർ യെരിഹോവിൽ പോകുവാൻ ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ യെരിഹോവിൽ പോകുവാൻ അവർ അറയ്ക്കുന്നത്, അറപ്പുള്ള സ്ഥലം എന്ന് പറയുന്നത്, ശാപമുള്ള സ്ഥലം എന്ന് പറയുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 26-ഉം 27-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ, അക്കാലത്ത് യോശുവ ശപഥം ചെയ്തു, ഈ യെരിഹോ പട്ടണം പണിയുവാൻ തുനിയുന്ന മനുഷ്യൻ യഹോവയുടെ മുൻപാകെ ശപിക്കപ്പെട്ടവൻ. അവൻ അതിൻ്റെ അടിസ്ഥാനമിടുമ്പോൾ അവൻ്റെ മൂത്ത മകൻ നഷ്ടമാകും. അതിന് കതക് തൊടുക്കുമ്പോൾ ഇളയ മകന് നഷ്ടമാകുമെന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ യോശുവയോട് കൂടിയിരുന്നു, അവൻ്റെ കീർത്തി ദേശത്തെല്ലായിടത്തും നിറഞ്ഞു. യോശുവയിലൂടെ ദൈവത്തിൻ്റെ ശപഥം, അവിടുത്തെ ദൈവത്തിൻ്റെ ശാപം യെരിഹോ പട്ടണത്തിൽ കൊടുക്കുകയാണ്. വീണ്ടും ഈ യെരിഹോ പട്ടണം പണിയുവാൻ ശ്രമിക്കുന്നവൻ അവിടെ ശാപം ആകും എന്നിവിടെ പറയുകയാണ്. അതുകൊണ്ട് ആ പട്ടണം പണിയാതെ ആ സ്ഥലം യെരിഹോ, ആ സ്ഥലത്തിൽ അവിടെ വ്യാപാരം ചെയ്യുന്ന സ്ഥലം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതില്ല ചന്ത എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മാർക്കറ്റ് പ്ലേസ്, വ്യാപാരം ചെയ്യുന്ന സ്ഥലം, അവിടെ യഹൂദന്മാർ പോകില്ല. അപ്രകാരമുള്ളൊരു ശപഥം ഉണ്ടായിരുന്നു. യെരിഹോ പട്ടണം പണിയുവാൻ ആൾക്കാർ തുനിഞ്ഞോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. 1 രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ വാക്യം. അതിൽ പറയുന്നത്, അവൻ്റെ കാലത്ത് ബെദേന്യനായ ഹീഹേൽ യെരിഹോ പണിതു. യഹോവ നൂൻ്റെ മകനായ യോശുവ മുഖാന്തരം അരുളി ചെയ്ത വചനപ്രകാരം അതിൻ്റെ അടിസ്ഥാനമിട്ടപ്പോൾ അവന് അബീറാം എന്ന മൂത്ത മകനും അതിൻ്റെ പടിവാതിൽ വെച്ചപ്പോൾ ഷെഗൂബു എന്ന ഇളയ മകനും നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ ശാപം നിറഞ്ഞ ഭൂമിയാണ് യെരിഹോ ഭൂമി. ആ ശാപഭൂമിയിലൂടെ കർത്താവായ യേശു ക്രിസ്തു ഇതാ കടന്നു പോകുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങൾക്ക് ഏത് ശാപഭൂമിയിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. ആ ശാപം നിങ്ങളുടെ മേൽ വരത്തില്ല. നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ നിത്യ വെളിച്ചം, നിത്യവചനം ആ ശാപഭൂമിയിലുള്ള ജീവിക്കുന്ന ജനങ്ങൾ, ശാപത്തിൽ ജീവിക്കുന്ന ജനങ്ങളെ നിത്യ വെളിച്ചത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ ശാപഭൂമിയിൽ ചെന്നത് ആ ശാപഭൂമിയെ വീണ്ടും ആ ശാപം മാറ്റി ആ സ്ഥലത്ത് യെരിഹോ പട്ടണം പണിയുവാനല്ല, ആ ശാപഭൂമിയിൽ അനേക ശാപമേറ്റി നിൽക്കുന്ന, പാപം നിറഞ്ഞു നിൽക്കുന്ന അനേക ജനങ്ങൾ അവിടെയുണ്ട്. എൻ്റെ ആലയിൽപ്പെടാത്ത അനേക ആടുകൾ ഇതാ പുറത്ത് നിൽക്കുകയാണ്. അവരെയും എൻ്റെ ആലയത്തിലേക്ക് കൊണ്ടുവരണം, എൻ്റെ ആലയിലേക്ക് കൊണ്ടുവരണം എന്ന് ചിന്തിച്ചിരുന്ന കർത്താവായ യേശു ക്രിസ്തു ആ ശാപഭൂമിയിലേക്ക് കടന്നു പോകുകയാണ്. ഇന്ന് ഏത് ഭൂമിയോ ഏത് കുടുംബമോ അല്ല, ദൈവത്തിൻ്റെ വചനവുമായി ഏത് സ്ഥലത്തും നിനക്ക് ശക്തിയായിട്ട് കടന്നു പോകുവാൻ സാധിക്കും. അതിനുള്ള അധികാരം ആദ്യം ലഭിക്കണം. ആ മരുഭൂമി അവസ്ഥ, മാളിക മുകളിൽ ഉള്ള ആ ഒരു അവസ്ഥ, പരിശുദ്ധാത്മാവിനെ നേടിയെടുത്തുകൊണ്ട് അധികാരം, എല്ലാ സകല രോഗത്തിന്മേലും അശുദ്ധാത്മാവിന്മേലും എല്ലാത്തിനെയും നാം
ദൈവത്തിൻ്റെ ശക്തിയോടുകൂടെ മാറ്റുവാനുള്ള അധികാരമെടുത്തുകൊണ്ട് നമുക്ക് ഏത് ശാപഭൂമിയിലും, നമുക്ക് ഏത് കുടുംബങ്ങളെല്ലാം ശാപമാണ് എന്നല്ല ഞാൻ പറയുന്നത്, എവിടെയും നമുക്ക് കടന്നു ചെല്ലാം. അവിടെ പാപത്തിലായിരിക്കുന്ന ഈ ലോകത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അവിടെ പാപത്തിലും ശാപത്തിലുമായിരിക്കുന്ന ജനങ്ങളെ ദൈവത്തിൻ്റെ വെളിച്ചം അവർക്ക് കാണിച്ചു കൊടുത്ത് ക്രിസ്തുവിലേക്ക് അവരെയും ശിഷ്യരാക്കിക്കൊള്ളുവാൻ നമുക്ക് സാധിക്കും. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ 19-20 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നത്. നിങ്ങളുടെ ദൗത്യം അതുതന്നെയാണ്. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ആ ശാപഭൂമിയിലേക്ക് കടന്നു പോകുകയാണ്. വലിയ ഒരു ദൗത്യവുമായി അനേക വ്യക്തികളെ തൻ്റെ പിതാവിലേക്ക് ചേർക്കുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ വചനം എത്തിക്കുവാൻ വേണ്ടി, അവരെ രക്ഷിക്കുവാൻ വേണ്ടി അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കെല്ലാവർക്കും കഥ അറിയാവുന്നതാണ്. ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള പുരുഷൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാരം നിമിത്തം കഴിഞ്ഞില്ല. ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവിനെ എങ്ങനെയുള്ളവനെന്ന് കാണണം. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെയുള്ള വ്യക്തിയെന്ന് കാണണം. ഇന്ന് നമ്മളും കർത്താവായ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ 30 വർഷത്തിലെ 40 വർഷത്തിലെയും ക്രിസ്ത്യാനികളായിരിക്കും, ദശാംശം അതേപടി കൊടുക്കുന്നവരായിരിക്കും. ഞാൻ എൻ്റെ ആത്മീയ കണ്ണുകൾ കൊണ്ട് ആത്മീയ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനെ കണ്ടിട്ടുണ്ടോ? കണ്ടുമുട്ടിയിട്ടുണ്ടോ? ഞാൻ യേശു ക്രിസ്തുവിനെ രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇവിടെ യേശു ക്രിസ്തുവിനെ കാണുവാൻ ശ്രമിച്ച സക്കായിക്ക് ഏർപ്പെട്ടത് വളർച്ചയിൽ കുറിയവനും പുരുഷാരത്തിൻ്റെ തടസ്സവും. നമ്മൾ യേശു ക്രിസ്തുവിനെ കാണുവാൻ പോകുമ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആത്മീയ അവസ്ഥയിൽ, ആത്മീക ജീവിതത്തിലെ അവസ്ഥയിൽ നമ്മൾ ചിലപ്പോൾ കുറിയവരായിരിക്കാം, ആത്മീയ ജീവിതം ഇല്ലാത്തവരായിരിക്കാം. നമുക്ക് അനേക തടസ്സങ്ങൾ ലോകത്തിൽ നിന്നും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളപ്പോൾ യേശു ക്രിസ്തുവിനെ നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇന്ന് നാം ആ കുറിയവരായിരിക്കുന്ന, ആത്മീയത്തിൽ കുറിയവരായിരിക്കുന്നവർ, നമ്മൾ ആത്മീയത്തിൽ വളർന്നിരിക്കുന്നു എങ്കിൽ ആത്മീയത്തിൽ കുറിയവരായിരിക്കുന്ന അനേക വ്യക്തികൾ ഈ ലോകമാകുന്ന യെരിഹോവിൽ നിൽക്കുകയാണ്. അവരെ യേശു ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാൻ വേണ്ടി ഉള്ള ദൗത്യമാണ് ഇന്ന് എനിക്കും നിനക്കും ദൈവം നൽകിയിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു കടന്നു പോയപ്പോൾ ആ വളർച്ചയിൽ കുറിയായ വ്യക്തി, പുരുഷാരം തടസ്സങ്ങൾ നിൽക്കുന്ന ആ വ്യക്തി അവിടെ യേശു ക്രിസ്തുവിനെ കാണുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് നാം ആത്മീയത്തിൽ ഉയർന്നിരിക്കണം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനോ കുറയണം, ക്രിസ്തുവോ വളരണം. ഇന്ന് ക്രിസ്തുവോളം വളരാതെ ആത്മീക ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് നയിക്കുവാൻ സാധിക്കത്തില്ല. ക്രിസ്തുവോളം വളരാത്ത അനേക വ്യക്തികൾ, ആത്മീയത്തിൽ കുറിയവർ, ആത്മീയത്തിൽ മരിച്ചുകൊണ്ടിരിക്കുന്നവർ, ആത്മീയത്തിൽ മരിച്ചവർ, ഇവരെല്ലാവരും ഇന്ന് യെരിഹോ പട്ടണത്തിൽ ശാപഗ്രസ്തരായി കിടക്കുകയാണ്. അവരുടെ ഇടയിൽ ജീവൻ നൽകുവാൻ, അവരുടെ ആത്മീയ കുറിയ അവസ്ഥ മാറി ക്രിസ്തു അവരിൽ വളർന്ന് ആ ക്രിസ്തു എന്ന തലയോളം വളരുവാൻ അവരുടെ ഇടയിൽ എത്തിക്കുവാനുള്ള നിത്യ സുവിശേഷം എൻ്റെയും നിൻ്റെയും പക്കൽ ദൈവം നൽകിയിട്ടുണ്ട്. നാം ആ നിത്യ സുവിശേഷവുമായി യെരിഹോ ആകുന്ന ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ? ലോകത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു ഇറങ്ങിച്ചെന്നു, നാമും ഇറങ്ങിച്ചെല്ലണം. ഇവിടെ നാം നോക്കുമ്പോൾ ഇവിടെ വീണ്ടും പറയുന്നത്, എന്നാൽ അവൻ മുൻപോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിയിൽ കയറി യേശു വഴിയായി വരികയായിരുന്നു. പലപ്പോഴും യേശു ക്രിസ്തുവിനെ കാണുവാൻ നാം കാട്ടത്തിയിലാണ് കയറിയിരിക്കാറുള്ളത്. എന്താണ് കാട്ടത്തി? കായ്ക്കാത്തൊരു അത്തിയാണ്, കായ്ക്കുന്ന ഫലം ഒന്നുമില്ല. നമ്മൾ യേശു ക്രിസ്തു ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞിട്ട് ഗലാത്യർക്ക് ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 19 മുതൽ 20 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ജഡത്തിൻ്റെ പ്രവർത്തികളാണുള്ളത്. പക, പിണക്കം, ജാരശങ്ക, അവിടെ ദ്വന്ദ്വപക്ഷം, മദ്യപാനം, വെറിക്കൂത്ത്, അതുപോലെ തന്നെ അവിടെ ഈ തെറ്റായ ജീവിതങ്ങൾ. ഇങ്ങനെയുള്ളവരാരും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല.
എന്നാൽ ആത്മാവിൻ്റെ ഫലമുള്ളവർ മാത്രമാണ് സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. സ്നേഹം, സമാധാനം, സന്തോഷം, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, സൗമ്യത എന്ന 9 ഗുണങ്ങളുള്ള ആത്മാവിൻ്റെ ഫലം കായ്ക്കുന്ന കാട്ടത്തിമേലല്ല നിൽക്കുന്നത്. ഫലം കായ്ക്കുന്ന അത്തിമേലല്ല ഇവിടെ കയറിച്ചെന്നത് ഇരിക്കുന്നത്. സക്കായി ഫലം കായ്ക്കാത്ത കാട്ടത്തിമേൽ കയറി നിൽക്കുകയാണ്. പലപ്പോഴും ദൈവത്തെ കാണുവാൻ നമ്മൾ കാട്ടത്തിയിലാണ് കയറിയിരിക്കുന്നത്. ക്രിസ്ത്യാനികളെന്ന് പറയും. യേശുക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ വേണ്ടി നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികൾ പിടിച്ചുകൊണ്ട്, ദൊന്നപക്ഷം നമ്മളിലുണ്ട്, പകയുണ്ട്, പിണക്കമുണ്ട്, ഞാൻ ക്ഷമിക്കും, പക്ഷേ മറക്കില്ല ഞാൻ. ഇന്ന് ദൈവത്തിൻ്റെ ജനങ്ങൾ പറയുന്നത്, അവനോട് ഞാൻ ക്ഷമിച്ചു, പക്ഷെ അവൻ ചെയ്ത പ്രവൃത്തി അത് ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാൻ മരിച്ച് എൻ്റെ ശവക്കല്ലറിൽ 7 പുല്ല് കുരുത്താലും ഞാനത് മറക്കില്ല. ഞാൻ ക്ഷമിച്ചു. ഈ ക്ഷമിക്കുക എന്ന് പറയുന്നത് മറക്കുക തന്നെയാണ്. ദൈവം നമ്മളോട് ക്ഷമിച്ചിട്ട് നമ്മളുടെ പാപത്തെ മറന്നില്ല എങ്കിൽ പിന്നെ നാം എന്തിനാണ് ജീവിക്കുന്നത്? ഇന്ന് നാം ഒരു വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി, നമ്മുടെ സഭയിലെ സഭാംഗം അല്ലെങ്കിൽ പാസ്റ്റർ അല്ലെങ്കിൽ ലീഡർ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവിടെ അവർ ചെയ്തതിന് ശേഷം പ്രാർത്ഥനയാൽ അത് നിരന്ന് അവർ ചെയ്ത തെറ്റും ക്ഷമയോടുകൂടി അത് മറക്കുകയും ചെയ്യും. അതാണ് യഥാർത്ഥ ക്ഷമ. അതാണ് സ്വർഗത്തിലെ പ്രാർത്ഥന പറയുന്നത്. ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ അവനോട് ക്ഷമിച്ചു, പക്ഷേ മറന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തുവും പറയും, ശരി, ഞാൻ അവനോട് ക്ഷമിച്ചിരിക്കുന്നു, പക്ഷെ അവൻ്റെ പാപമൊന്നും മറന്നില്ല, അതുകൊണ്ട് അവൻ ഭൂമി നശിക്കുമ്പോൾ അതിനോടുകൂടെ നശിക്കും. അങ്ങനെയുള്ള ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ലോകപരമായിട്ടുള്ള അധികാരവും ലോകപരമായിട്ടുള്ള ജീവിതശൈലിയും ലോകപരമായിട്ടുള്ള ജനങ്ങളുടെ ഇടയിലുള്ള സ്വാധീനവും ഇതെല്ലാം നമ്മളുടെ ഇടയിലൊന്ന് കാട്ടത്തിയാകുന്ന ആ തെറ്റായ ചിന്തയിലേക്ക് കയറി നിന്നുകൊണ്ട് യേശുക്രിസ്തുവിനെ കാണണം എന്നിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഈ ലോകത്തും ഉണ്ട്. യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ ക്രിസ്ത്യാനിയായി ജീവിക്കണം എന്ന് പറഞ്ഞ് തെറ്റായ വൃക്ഷത്തിൻ്റെ മണ്ടയിൽ കയറി ഇരുന്നു കൊണ്ട് യേശുക്രിസ്തുവിനെ കാണണമെന്നുള്ള അനേക വ്യക്തികൾ എരിഹോ പട്ടണമാകുന്ന ഈ ലോകത്തിലുണ്ട്. നാം എന്താ ചെയ്യേണ്ടത് നോക്കിക്കഴിഞ്ഞാൽ, യേശുക്രിസ്തു എന്താ ഇവിടെ ചെയ്തത് നോക്കിക്കഴിഞ്ഞാൽ, യേശുക്രിസ്തു ആ സ്ഥലത്തെത്തിയപ്പോൾ മേലോട്ട് നോക്കി, സക്കായേ, വേഗം ഇറങ്ങി വാ, ഞാനിന്ന് നിൻ്റെ വീട്ടിൽ പാർക്കേണ്ടതിന് എന്ന് അവൻ പറഞ്ഞു. ഇവിടെ നാം നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, സക്കായിയെ, നീ വേഗം ഇറങ്ങി വാ എന്നിവിടെ പറയുന്നു. ഇവിടെ നോക്കുമ്പോൾ ഈ കാട്ടത്തിൽ ഇരുന്നു കൊണ്ട് നിനക്കെന്നെ കാണുവാൻ പറ്റത്തില്ല, ഞാൻ നിൻ്റെ ഭവനത്തിൽ വരുവാൻ പറ്റത്തില്ല, ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുന്നു, എന്നാൽ വാതിൽ തുറക്കേണ്ടത് ഈ കാട്ടത്തിൻ്റെ മണ്ടയ്ക്ക് ഇരുന്നു കൊണ്ടല്ല, അല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തി പിടിച്ചുകൊണ്ടല്ല, അതെല്ലാം മാറ്റി ആത്മാവിൻ്റെ ഫലം കായ്ക്കണം എന്ന ചിന്ത നിനക്കുണ്ടായിരിക്കണം. ജഡത്തിൻ്റെ പ്രവൃത്തി മാറ്റാതെ എങ്ങനെ ആത്മാവിൻ്റെ ഫലം കായ്ക്കും? നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ കൂട്ടുകാരനോട് ക്ഷമിക്കാതെ എങ്ങനെ നിനക്ക് പാപക്ഷമ കിട്ടും? ജഡത്തിൻ്റെ പ്രവൃത്തികൾ, ഇനി മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കും എന്ന തീരുമാനത്തോടുകൂടെ പ്രാർത്ഥിക്കുമ്പോൾ, അങ്ങനെ ഇരിക്കുന്നവർക്ക് മാത്രമേ ആത്മാവിൻ്റെ ഫലം ഉള്ളൂ. അങ്ങനെ പ്രാർത്ഥിക്കാത്തവർക്ക് എപ്രകാരമാണ് ആത്മാവിൻ്റെ ഫലം ലഭിച്ച് നിങ്ങൾ ദൈവവേലയുമായി ജനങ്ങളുടെ ഇടയിൽ എത്തുന്നത്? ഇവിടെ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നീ വേഗം ഇറങ്ങി വരണം. ഇന്ന് അധികാരമോഹവും തെറ്റായ ജീവിതവും ക്ഷമയില്ലാത്ത ജീവിതവും ലോകത്തിൻ്റെ മോഹമുള്ള ജീവിതത്തിൻ്റെയും മുകളിൽ കയറിയിരുന്നു, കാട്ടത്തിയുടെ മുകളിൽ കയറിയിരുന്നു കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ കാണണം, രുചിച്ചറിയണം, ദൈവവേല ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഓരോ ക്രിസ്ത്യാനികളെടുത്തും ഓരോ പുനരാഗമനകാംക്ഷികളെടുത്തും കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നീ ഇറങ്ങി ഇപ്പോൾ തന്നെ വരണം. നീ ഇറങ്ങി വാ, നിൻ്റെ ചിന്തയിൽ നിന്നും ഇറങ്ങി വാ.
ഞാൻ നിൻ്റെ വീട്ടിൽ വരുവാൻ പോകുന്നു. അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 20-ാം വാക്യത്തിലും പറയുന്നത്. ഞാൻ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ്. നിനക്ക് വാതിൽ തുറക്കുവാൻ സാധിക്കാത്തത് നീ കാട്ടത്തിമേൽ കയറിയിരിക്കുന്നു. നീ അവിടെ നിന്ന് ഇറങ്ങി വാ, എന്നാലേ നിനക്ക് വാതിൽ തുറക്കുവാൻ സാധിക്കത്തുള്ളൂ. അധികാരമോഹവും ലോകമോഹ സുഖങ്ങളോടത്തുള്ള ജീവിതവും സഭയ്ക്കുള്ളിലെ ദ്വന്ദ്വപക്ഷവും സഭയ്ക്കുള്ളിലെ വേർപ്പ് സഭയെ ചില വ്യക്തികളെ ചില രീതിയിൽ കാണുന്നു. അതിനുള്ള ഈ ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ അതിൽ ഒരു യൂണിറ്റി ഇല്ലാത്ത അവസ്ഥ, വേർപിരിക്കലിൻ്റെ അവസ്ഥ, നിറവും ജാതി വ്യവസ്ഥയുമെല്ലാം നോക്കുന്ന സഭ ഇന്നും കാട്ടത്തിമേലിരിക്കുന്ന സഖായിയെ പോലെയാണ്. ക്രിസ്തു ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടുന്നത് അറിയുന്നില്ല. ക്രിസ്തു ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് മുട്ടിയിട്ട് നീ വാതിൽ തുറക്ക്, ഞാൻ നിനക്ക് ആത്മീയ ആഹാരം നൽകാം, ആ ആഹാരം നീ യെരിഹോ ആകുന്ന ഈ ലോകത്തിലെ അനേക ജനങ്ങൾക്ക് എത്തിക്കുക എന്ന് ഓരോ ദിവസം മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഇപ്പോഴും ഇങ്ങനെ ഈ വൃത്തിഹീനമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് കാട്ടത്തിമേലിരിക്കുകയാണ്. ഇറങ്ങി വരുവാൻ പറയുകയാണ്. ഇവിടെ ഇറങ്ങി വന്നതിന് ശേഷം സഖായി പറയുന്നു, ഞാൻ അധികമായി എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നു. ഇന്ന് ദൈവത്തിൻ്റെ സഭയെ വിറ്റ് അതിൻ്റെ ലാഭം എൻ്റെ ഭവനത്തിൽ ഉണ്ട് എങ്കിൽ ഞാനത് അധികമായി ഞാൻ കൊടുക്കുവാൻ പോകുന്നു. അങ്ങനെയുള്ളവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് കർത്താവായ യേശു പറഞ്ഞത്, ധനവാന് ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നത് പോലെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കാരണം നിൻ്റെ ധനം നീ എങ്ങനെ സമ്പാദിച്ചു. ധനവാൻ എന്ന് പറയുമ്പോൾ തെറ്റായി ധനം നിൻ്റെ ചിന്ത കൊണ്ടുവയ്ക്കുന്നത്. ഇന്ന് സത്യസഭയെ ചൂഷണം ചെയ്തുകൊണ്ട് സഭയിൽ ദൈവം നൽകിയ നിലങ്ങളെല്ലാം അതിനെ വിറ്റ് ചൂഷണം ചെയ്തുകൊണ്ട് ജീവിച്ച് ദൈവത്തിൻ്റെ വേലയിൽ ലഭിച്ചിരിക്കുന്ന തെറ്റായ രീതിയിൽ സമ്പാദിച്ചവർ അധികമായി കൊടുത്താൽ മാത്രമേ രക്ഷയുള്ളൂ. അങ്ങനെയുള്ള സഖായിയോടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, ഇവൻ ഇന്നു മുതൽ അബ്രഹാമിൻ്റെ സന്തതിയിൽ പെടുന്നു. ഇന്ന് ഞാൻ അബ്രഹാമിൻ്റെ സന്തതിയിൽ പെടുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപമാകുന്നുള്ള ധനമുണ്ടെങ്കിൽ, ശാപമാകുന്നുള്ള സ്വഭാവമുണ്ടെങ്കിൽ ഞാനിന്ന് മാറ്റിവെച്ച് ആ കാട്ടത്തിമേൽ ഇറങ്ങി വന്ന് യേശു ക്രിസ്തുവിനെ കണ്ട് അനുഗമിക്കണം. എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. അബ്രഹാമിൻ്റെ സന്തതി എന്ന പേർ നമുക്ക് ലഭിക്കത്തുള്ളൂ. യെരിഹോവിൽ കർത്താവായ യേശു ക്രിസ്തു കടന്നു പോയപ്പോൾ അവിടെ വളർച്ചയിൽ കുറിയവനായ സഖായിയെ ക്രിസ്തുവിലേക്ക് ആദായപ്പെടുത്തി. ഇന്ന് നമ്മൾ അനേക വ്യക്തികൾ ആത്മാവിൽ കുറിയവരായി നിൽക്കുകയാണ്. അവരാദായപ്പെടുത്തണമെങ്കിൽ സഖായ രക്ഷ നേടിയതുപോലെ നാമും രക്ഷ നേടണം. അപ്രകാരമുള്ള ഒരു രക്ഷയുടെ ജീവിതം നയിച്ച് അനേക പേരെ ലോകമാകുന്ന യെരിഹോവിൽ നിന്നും ക്രിസ്തുവിലേക്ക് രക്ഷയിലേക്ക് കൊണ്ടുപോകുവാൻ നമ്മളെ ദൈവം സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ ദൈവമേ, അങ്ങടിയങ്ങളെ ബലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു പിതാവേ. യെരിഹോ ആകുന്ന ഈ ലോകത്തിൽ നിന്നും അനേക വ്യക്തികളെ ദൈവത്തിലേക്ക് ആദായപ്പെടുത്തുവാൻ അടിയങ്ങളങ്ങ് ഉപയോഗിക്കണമേ. എല്ലാം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.